ഗുരുതി പൂജ എന്ന് കേൾക്കാത്ത ഹൈന്ദവ വിശ്വാസികൾ കുറവായിരിക്കും. പക്ഷേ എന്താണ് ഗുരുതി പൂജയെന്നും അതെന്തിനാണ് നടത്തുന്നതെന്നും അറിയുന്നവർ എത്രപേരുണ്ട്? അനാര്യ ദേവതകൾക്കായി കേരളത്തിൽ നടത്തുന്ന പൂജകളിൽ ഒന്നാണ് ഗുരുതി. പ്രാചീനകാലം മുതൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി ഗുരുതി നടത്തിയിരുന്നു. ദക്ഷിണ ഭാരതത്തിൽ ആര്യന്മാരുടെ ആഗമനത്തിനു മുമ്പ് തന്നെ ഗുരുതി പൂജകൾ നടത്തിയിരുന്നതായി വിശ്വസിക്കുന്നു. ആര്യന്മാർ ദേവതാപ്രീതിക്കുള്ള മാർഗമായി ഹവനങ്ങളെ സ്വീകരിച്ചപ്പോൾ ദ്രാവിഡർ ആടുകയും പാടുകയും ഊട്ടുകയും ഗുരുതി മുതലായവ നടത്തുകയും ചെയ്താണ് ഈശ്വരപ്രീതി നടത്തിയിരുന്നത്. ഇന്നും പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഈ ദ്രാവിഡാചാരത്തിന്റെ ബാക്കിപത്രമായി ഗുരുതിയും ഗുരുതിക്കളവും നിലനിൽക്കുന്നുണ്ട്. ദ്രാവിഡാചാര പ്രകാരം ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചടങ്ങാണ് ഗുരുതി. ആദ്യകാലങ്ങളിൽ നടന്നിരുന്ന മൃഗബലിയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ കാണുന്നത്. വെൺഗുരുതി, ചെങ്കുരുതി, കടുംകുരുതി എന്നീ പ്രകാരം ഗുരുതികൾ കണ്ടുവരുന്നു. അരിമാവ് കലക്കി ഉണ്ടാക്കുന്നതാണ് വെൺകുരുതി. ചെങ്കുരുതിയിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർക്കുന്നു. അത് ശർക്കര കൂടി ചേർത്ത് രൂക്ഷത കുറച്ചും ഗുരുതി നടത്താറുണ്ട്. കടുംകുരുതിയിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും പുറമെ ചിരട്ടക്കരിയും നിനസങ്കല്പത്തിൽ നരികുംപളങ്ങയും ചേർത്ത് കാണാറുണ്ട്. ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾക്ക് രക്തം കൊടുക്കുക എന്ന സങ്കല്പത്തിലാണ് ഗുരുതി തർപ്പണം. രക്തേശ്വരി സങ്കല്പത്തിലാണ് ഭദ്രകാളിക്ക് ഗുരുതി തർപ്പിക്കുക. ശ്രീ ജ്യേഷ്ഠ, പാർവതി, ദുർഗ, ഭദ്രകാളി, സരസ്വതി എന്നീ പ്രകാരം 6 യാമങ്ങളുണ്ട്. ഒരു യാമം എന്നുവച്ചാൽ 3.25 നാഴികയെന്നും 7 നാഴികയെന്നും 10 നാഴികയെന്നും പാഠഭേദങ്ങളുണ്ട്. ക്ഷേത്രമുറ്റത്ത് പന്തങ്ങൾക്കും വിളക്കുകൾക്കും സമീപം മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ നിണം നിറച്ച ഉരുളികൾ ഒരുക്കിയാണ് ഗുരുതിക്കളം തയ്യാറാക്കുക. ഇതിൽ ധാരാളം പന്തങ്ങൾ നാട്ടാറുണ്ട്. ഇതിന്റെ നടുവിലെ പന്തമാണ് ഗുരുതിപന്തം. ഈ പന്തത്തിന് സമീപം കുമ്പളങ്ങകളും വാഴയും വയ്ക്കുകയും ഗുരുതി പൂജയുടെ അവസാനം ഈ കുമ്പളങ്ങകൾ വെട്ടിമുറിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം മഞ്ഞളും ചുണ്ണാമ്പും കലക്കി ചുവന്ന നിറമാക്കിയ വെള്ളം നിലത്തൊഴുക്കുകയും ചെയ്യുന്നു.